ഓം ശാന്തി. 23/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖത്ത് നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ വരണം. നിങ്ങളുടെ മുഖം സദാ ഹർഷിതമായിരിക്കണം. ചോദ്യം: ഏത് കുട്ടികൾ ബ്രാഹ്മണ ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെ ധാരണ ചെയ്തിട്ടുണ്ടോ അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവരുടെ പെരുമാറ്റം ദേവതമാരെ പോലെ ആയിരിക്കും. അവരിൽ ദൈവിക ഗുണങ്ങളുടെ ധാരണ ഉണ്ടായിരിക്കും. അവർക്ക് ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കും. അവർ ഒരിക്കലും ആസുരീയ കാര്യങ്ങളുടെ, അതായത് മാലിന്യത്തിൻ്റെ മനനം ചെയ്യുകയില്ല. അവരുടെ ജീവിതത്തിൽ നിന്നും അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും അവസാനിക്കുന്നു. അവരുടെ മുഖം സദാ ഹർഷിതമായിരിക്കുന്നു. ഓം ശാന്തി. ബാബയിരുന്ന് ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഭക്തിയിലൂടെ സദ്ഗതി ഉണ്ടാകുന്നില്ല. സത്യയുഗത്തിൽ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ജ്ഞാനവും സത്യയുഗത്തിൽ ലഭിക്കുന്നില്ല. ശ്രീകൃഷ്ണൻ ഭക്തി ചെയ്യുന്നില്ല. ജ്ഞാനത്തിൻ്റെ മുരളി ഊതുന്നില്ല. മുരളി എന്നാൽ തന്നെ ജ്ഞാനം നൽകുക എന്നാണ്. മുരളിയിൽ ഇന്ദ്രജാലമുണ്ട് എന്ന മഹിമയുമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ഇന്ദ്രജാലം ഉണ്ടാകുമല്ലോ. കേവലം മുരളി വായിക്കുക അഥവാ മുരളി ഊതുക എന്നതാണെങ്കിൽ സാധാരണ ഭിക്ഷുക്കളും ഊതുന്നുണ്ട്. ഈ മുരളിയിൽ ജ്ഞാനത്തിൻ്റെ ഇന്ദ്രജാലമുണ്ട്. അജ്ഞാനത്തിൽ ഇന്ദ്രജാലം എന്ന് പറയുകയില്ല. മുരളിയെ ഇന്ദ്രജാലം എന്ന് പറയുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നത് ജ്ഞാനത്തിലൂടെയാണ്. സത്യയുഗമായിരിക്കുമ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ സമ്പത്തുണ്ടായിരിക്കുന്നു. അവിടെ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ഭക്തി ഉണ്ടായിരിക്കുന്നത് ദ്വാപര മുതലാണ്, ദേവതയിൽ നിന്നും മനുഷ്യനായി മാറുമ്പോൾ. മനുഷ്യരെ വികാരി എന്നും ദേവതമാരെ നിർവികാരി എന്നും പറയുന്നു. ദേവതമാരുടെ സൃഷ്ടിയെ പവിത്ര ലോകം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഒന്നാമതായി സ്വയം തൻ്റെയും ബാബയുടെയും തിരിച്ചറിവ്. പിന്നെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജിനെ ജ്ഞാനം എന്ന് പറയുന്നു. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നെ ഭക്തി ആരംഭിക്കുന്നു. അപ്പോൾ ഇറങ്ങുന്ന കല എന്ന് പറയുന്നു. കാരണം ഭക്തിയെ രാത്രി എന്നും ജ്ഞാനത്തെ പകൽ എന്നും പറയുന്നു. ഇതാണെങ്കിൽ ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമാണ്. പക്ഷേ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നില്ല. ദൈവിക ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ ധാരണയുണ്ട് എന്ന് മനസ്സിലാക്കും. ജ്ഞാനത്തിൻ്റെ ധാരണ ഉള്ളവരുടെ പെരുമാറ്റം ദേവതമാരെ പോലെ ആയിരിക്കും. ധാരണ കുറവായവരുടെ പെരുമാറ്റം മിക്സ് ആയിരിക്കും. ധാരണയില്ലെങ്കിൽ അവർ കുട്ടികളല്ലാത്തതുപോലെയാണ്. മനുഷ്യർ ബാബയെ എത്ര അപമാനിക്കുന്നു. ബ്രാഹ്മണ കുലത്തിലേക്ക് വരുമ്പോൾ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും അവസാനിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. അതിനെക്കുറിച്ച് തൻ്റെ വിചാരസാഗര മഥനം ചെയ്യുമ്പോൾ അമൃത് ലഭിക്കും. വിചാരസാഗര മഥനമേ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്ത് മഥനമായിരിക്കും നടക്കുക? ആസുരീയ വിചാരത്തിൻ്റെ. അതിലൂടെ അഴുക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സ്റ്റുഡൻസ് ആണ്. മനുഷ്യനിൽ നിന്നും
ദേവതയാകാനുള്ള പഠനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അറിയുന്നു. ദേവതമാർ ഈ പഠനം പഠിപ്പിക്കുകയില്ല. ദേവതമാരെ ഒരിക്കലും ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് ഒന്നിനെ മാത്രമാണ് പറയുന്നത്. ദൈവിക ഗുണങ്ങളും ജ്ഞാനത്തിലൂടെ ധാരണയാകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ജ്ഞാനം സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. ഈ ദേവതമാരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. സർവഗുണസമ്പന്നം എന്ന് നിങ്ങൾ മഹിമയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആകണം. സ്വയം തന്നോട് ചോദിക്കണം, നമ്മളിൽ എല്ലാ ദൈവിക ഗുണങ്ങളും ഉണ്ടോ? അതോ ഏതെങ്കിലും ആസുരീയ അവഗുണമുണ്ടോ? അഥവാ ആസുരീയ അവഗുണമുണ്ട് എങ്കിൽ അതിനെ മാറ്റേണ്ടതാണ്. അപ്പോൾ മാത്രമേ ദേവത എന്ന് പറയുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഇതിനെ തന്നെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പുരുഷോത്തമർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷവും വളരെ നല്ലതായിരിക്കേണ്ടതാണ്. മുഖത്തു നിന്നും ഒരിക്കലും മോശമായ കാര്യങ്ങൾ വരരുത്. ഇല്ലെങ്കിൽ ഇവർ കുറഞ്ഞ പദവിയിലുള്ളതാണ് എന്ന് പറയും. സംസാര രീതിയിലൂടെയും അന്തരീക്ഷത്തിലൂടെയും ഉടൻ അറിയാൻ കഴിയുന്നു. നിങ്ങളുടെ മുഖം സദാ ഹർഷിതമായിരിക്കണം. ഇല്ലെങ്കിൽ അവരിൽ ജ്ഞാനമില്ല എന്ന് പറയും. മുഖത്തു നിന്നും സദാ രത്നങ്ങൾ വരണം. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര ഹർഷിതമുഖരാണ്. ഇവരുടെ ആത്മാവ് ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്തിരുന്നു. മുഖത്തു നിന്നും സദാ രത്നങ്ങൾ വരുന്നു. രത്നങ്ങൾ തന്നെ കേട്ടും കേൾപ്പിച്ചും എത്ര സന്തോഷമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ജ്ഞാനരത്നങ്ങളാണോ എടുത്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഇവയെല്ലാം വജ്രവൈഡൂര്യങ്ങളായി മാറുന്നു. നവരത്നങ്ങളുടെ മാല വജ്രവൈഡൂര്യങ്ങളുടേതല്ല, ഈ ജ്ഞാനരത്നങ്ങളുടെ മാലയാണ്. മനുഷ്യർ പിന്നെ അത് രത്നമായി മനസ്സിലാക്കി മോതിരവും മറ്റും അണിയുന്നു. ഈ ജ്ഞാനരത്നങ്ങളുടെ മാല പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഉണ്ടാകുന്നത്. ഈ രത്നങ്ങൾ തന്നെയാണ് നിങ്ങളെ ഭാവിയിലെ 21 ജന്മത്തേക്ക് സമ്പന്നമാക്കി മാറ്റുന്നത്. ഇതിനെ ആർക്കും കൊള്ളയടിക്കുവാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ ഈ വജ്രാഭരണങ്ങൾ അണിയുകയാണെങ്കിൽ ഉടൻ ആരെങ്കിലും കൊള്ളയടിച്ചു കൊണ്ടുപോകും. അപ്പോൾ സ്വയം തന്നെ വളരെ വളരെ വിവേകശാലിയാക്കി മാറ്റണം. ആസുരീയ അവഗുണങ്ങളെ മാറ്റണം. ആസുരീയ അവഗുണങ്ങളിലൂടെ മുഖവും അങ്ങനെയുള്ളതാകുന്നു. ക്രോധത്തിൽ മുഖം ചുവന്ന് ചെമ്പുപോലെയാകുന്നു. കാമവികാരമുള്ളവർ ആണെങ്കിൽ കറുത്തുപോകുന്നു. അപ്പോൾ കുട്ടികൾ ഓരോ കാര്യത്തിലും വിചാരസാഗര മഥനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ പഠനം തന്നെ വളരെയധികം ധനം നേടുന്നതിൻ്റെതാണ്. ആ പഠനം രത്നമൊന്നുമല്ല. പിന്നെ നോളജ് പഠിച്ച് വലിയ പൊസിഷൻ നേടുന്നു. അപ്പോൾ പഠനമാണ് ഉപയോഗത്തിൽ വന്നത്, പൈസയല്ല. പഠനം തന്നെയാണ് ധനം. അത് പരിധിയുള്ള ധനമാണ്. പിന്നെ ഇതാണ് പരിധിയില്ലാത്ത ധനം. രണ്ടും പഠനമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മളെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ആ അല്പകാലത്തെ ക്ഷണഭംഗുര പഠനം ഒരു ജന്മത്തേക്ക് വേണ്ടിയാണ്. വീണ്ടും അടുത്ത ജന്മത്തിൽ പുതിയതായി പഠിക്കേണ്ടി വരുന്നു. അവിടെ ധനത്തിനു വേണ്ടി പഠനത്തിൻ്റെ ആവശ്യമില്ല. അവിടെയാണെങ്കിൽ ഇപ്പോഴുള്ള പുരുഷാർത്ഥത്തിലൂടെ അളവറ്റ ധനം ലഭിക്കുന്നു.
ധനം അവിനാശിയാകുന്നു. ദേവതമാരുടെ അടുക്കൽ വളരെയധികം ധനമുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണോ ഭക്തി മാർഗത്തിൽ അഥവാ രാവണ രാജ്യത്തിൽ വന്നത്, അപ്പോൾ എത്രയുണ്ടായിരുന്നു? എത്ര ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചത്? പിന്നെ വന്ന് മുസൽമാന്മാരും മറ്റും ധനം കൊള്ളയടിച്ചു. എത്ര ധനവാനായിരുന്നു! ഇന്നത്തെ പഠനത്തിലൂടെ ഇത്രയും ധനവാൻ ആർക്കുമാകുവാൻ സാധിക്കില്ല. നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മൾ ഇത്രയും ഉയർന്ന പഠനമാണ് പഠിക്കുന്നത്. അതിലൂടെ ഈ ദേവീദേവന്മാരാകുന്നു. അപ്പോൾ പഠനത്തിലൂടെ നോക്കൂ, മനുഷ്യൻ എന്തായി മാറുന്നു എന്ന്. ദരിദ്രനിൽ നിന്നും ധനികൻ. ഇപ്പോൾ ഭാരതവും എത്ര ദരിദ്രമാണ്! ധനികർക്കാണെങ്കിൽ ഒഴിവു സമയം തന്നെ ഇല്ല. ഞാൻ ഇന്നയാളാണ് എന്ന അഹങ്കാരമുണ്ടായിരിക്കുന്നു. ഇതിൽ അഹങ്കാരവും മറ്റും ഇല്ലാതാകണം. ഞാൻ ആത്മാവാണ്. ആത്മാവിൻ്റെ അടുക്കൽ ധനസമ്പത്തുകളോ വജ്രാഭരണങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ബാബയും പറയുന്നു, ദേഹസഹിതം സർവസംബന്ധവും ഉപേക്ഷിക്കൂ. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ സമ്പന്നതയും മറ്റുമെല്ലാം സമാപ്തമാകുന്നു. പുതിയതായി പഠിച്ച് വീണ്ടും ധനം സമ്പാദിക്കുന്നു. അല്ലെങ്കിൽ നല്ല ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ധനികരുടെ വീട്ടിൽ ജന്മമെടുക്കും. പാസ്റ്റിലെ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നുവല്ലോ. നോളജ് ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ കോളേജോ ധർമ്മശാലയോ മറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുന്നു. പക്ഷേ അല്പകാലത്തേക്കാണ്. ഈ ദാനപുണ്യങ്ങളും ഇവിടെയാണ് ചെയ്യപ്പെടുന്നത്. സത്യയുഗത്തിൽ ചെയ്യപ്പെടുന്നില്ല. സത്യയുഗത്തിൽ നല്ല കർമ്മമാണുള്ളത്. കാരണം ഇപ്പോഴുള്ള സമ്പത്ത് ലഭിച്ചിരിക്കുകയാണ്. അവിടെ യാതൊരു വികർമ്മവും ഉണ്ടാകുന്നില്ല. കാരണം രാവണൻ തന്നെ ഇല്ല. ദരിദ്രരുടേതും വികർമ്മമാകുകയില്ല. ഇവിടെയാണെങ്കിൽ ധനികരുടേതും വികർമ്മമാകുന്നു. അതിനാലാണ് ഈ രോഗങ്ങൾ തുടങ്ങിയ ദുഃഖം ഉണ്ടാകുന്നത്. അവിടെ വികാരത്തിൽ പോകുന്നതേയില്ല. അപ്പോൾ എങ്ങനെ വികർമ്മമാകും? മുഴുവൻ ആധാരവും കർമ്മങ്ങളുടെ മേലാണ്. ഇത് മായ രാവണന്റെ രാജ്യമാണ്. അതിൽ മനുഷ്യർ വികാരിയായി മാറുന്നു. ബാബ വന്ന് പഠിപ്പിക്കുന്നു നിർവികാരിയാക്കുന്നതിനു വേണ്ടി. ബാബ നിർവികാരിയാക്കി മാറ്റുന്നു. മായ പിന്നെ വികാരിയാക്കി മാറ്റുന്നു. രാമവംശിയുടെയും രാവണവംശിയുടെയും യുദ്ധം നടക്കുന്നു. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. അവർ രാവണന്റെ കുട്ടികളാണ്. എത്ര നല്ല നല്ല കുട്ടികൾ മായയോട് തോറ്റുപോകുന്നു. മായ വളരെ ബലവാനാണ്. എങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നു. അധമത്തിൽ നിന്നും അധമമായവരെയും, അതായത് പൂർണ്ണമായും പതീതമായവരെയും ഉദ്ധരിക്കേണ്ടതുണ്ടല്ലോ. ബാബയ്ക്കാണെങ്കിൽ മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. വളരെ പേർ വീഴുന്നു. പൂർണ്ണമായും നഷ്ടക്കണക്കിൽ വന്ന് അധമത്തിലും അധമമായി മാറുന്നു. അങ്ങനെയുള്ളവരെയും ബാബ ഉദ്ധരിക്കുന്നു. രാവണ രാജ്യത്തിൽ എല്ലാവരും അധമരാണ്. എന്നാൽ ബാബ രക്ഷിക്കുന്നു. എന്നിട്ടും വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെയധികം അധമരായി പോകുന്നു. അവർക്ക് പിന്നെ ഇത്രയും കയറുവാൻ സാധിക്കുകയില്ല. ആ അധമത്വം ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. അന്തിമകാലത്തിൽ ആരാണോ സ്ത്രീയെ സ്മരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, അവരുടെ ബുദ്ധിയിൽ ആ അധമത്വം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെയാണ് ദേവതയാകുന്നത്. മൃഗം ആകുമോ? മനുഷ്യൻ തന്നെയാണ് ആകുന്നതും മനസ്സിലാക്കുന്നതും.
ഈ ലക്ഷ്മി നാരായണനും മൂക്കും കാതും എല്ലാമുണ്ട്, മനുഷ്യനാണല്ലോ. പക്ഷേ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. അതിനാൽ അവരെ ദേവത എന്ന് പറയുന്നു. ഇവർ ഇങ്ങനെയുള്ള സുന്ദരമായ ദേവത എങ്ങനെയാണ് ആകുന്നത്? പിന്നെ എങ്ങനെയാണ് വീഴുന്നത്? ഈ ചക്രത്തെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ആര് വിചാരസാഗര മഥനം ചെയ്യുന്നുണ്ടാകുമോ അവരുടെ ധാരണയും നല്ലതായിരിക്കും. വിചാരസാഗര മഥനമേ ചെയ്യുന്നില്ല എങ്കിൽ വിഡ്ഢികളായിരിക്കുന്നു. മുരളി വായിക്കുന്നവരുടെ വിചാരസാഗര മഥനം നടന്നുകൊണ്ടിരിക്കും. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന്. ഓട്ടോമാറ്റിക്കലി വിചാരസാഗര മഥനം നടക്കുന്നു. ഇന്നയാൾ വരാൻ പോകുന്നു, അവർക്കും ഉത്സാഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കും. എന്തെങ്കിലും മനസ്സിലാക്കിയേക്കാം. ഭാഗ്യമനുസരിച്ചാണ്. ചിലർ ഉടൻ നിശ്ചയം വരുത്തും, ചിലർ വരുത്തുകയില്ല. പ്രതീക്ഷ വയ്ക്കുന്നു. ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ തീർച്ചയായും മനസ്സിലാക്കും. പ്രതീക്ഷ വയ്ക്കേണ്ടത് ആവശ്യമാണല്ലോ. പ്രതീക്ഷ വയ്ക്കുക എന്നാൽ സർവീസിൻ്റെ താല്പര്യമുണ്ട്. ക്ഷീണിക്കുവാൻ പാടില്ല. ആരെങ്കിലും പഠിച്ച് പിന്നെ അധമനായി എന്നിരിക്കട്ടെ, വരികയാണെങ്കിൽ തീർച്ചയായും അവരെ വിസിറ്റിംഗ് റൂമിലിരുത്തും. അതോ പൊയ്ക്കൊള്ളൂ എന്ന് പറയുമോ? ഇത്രയും ദിവസം എന്തുകൊണ്ട് വന്നില്ല എന്ന് തീർച്ചയായും ചോദിക്കും. മായ തോൽപ്പിച്ചു എന്ന് പറയും. ഇങ്ങനെ ധാരാളം പേർ വരുന്നുണ്ട്. ജ്ഞാനം വളരെ നല്ലതായിരുന്നു, പക്ഷേ മായ തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. സ്മൃതി ഉണ്ടായിരിക്കുന്നുവല്ലോ. ഭക്തിയിലാണെങ്കിൽ തോൽക്കുന്നതിൻ്റെയും ജയിക്കുന്നതിൻ്റെയും കാര്യമേ ഇല്ല. ഈ നോളജ് ധാരണ ചെയ്യുവാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ സത്യമായ ഗീത കേൾക്കുന്നു. അതിലൂടെ ദേവതയായി മാറുന്നു. ബ്രാഹ്മണനാകാതെ ദേവതയാകുവാൻ സാധിക്കില്ല. ക്രിസ്ത്യൻസും പാർസികളും മുസ്ലിംകളിലും ബ്രാഹ്മണർ ഉണ്ടായിരിക്കുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, അൽഫിനെ ഓർമ്മിക്കണം. അൽഫിനെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ചക്രവർത്തി പദം ലഭിക്കുന്നത്. ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പറയൂ, അൽഫാകുന്ന അള്ളാഹുവിനെ ഓർമ്മിക്കൂ. അൽഫിനെ തന്നെയാണ് ഉയർന്നത് എന്ന് പറയുന്നത്. വിരൽ കൊണ്ട് അൽഫിൻ്റെ നേർക്ക് സൂചന നൽകുന്നുവല്ലോ. അൽഫിനെ ഒന്ന് എന്നും പറയുന്നു. ഭഗവാൻ ഒന്നേയുള്ളൂ, ബാക്കിയെല്ലാം കുട്ടികളാണ്. ബാബയാണെങ്കിൽ സദാ അൽഫ് ആയി ഇരിക്കുന്നു. രാജഭരണം നടത്തുന്നില്ല. ജ്ഞാനവും നൽകുന്നു, തൻ്റെ കുട്ടിയാക്കിയും മാറ്റുന്നു. അപ്പോൾ കുട്ടികൾ എത്ര സന്തോഷത്തിലിരിക്കേണ്ടതാണ്. ബാബ നമ്മുടെ എത്ര സേവനമാണ് ചെയ്യുന്നത്. നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. പിന്നെ സ്വയം ആ പുതിയ പവിത്ര ലോകത്തിൽ വരുന്നതേയില്ല. പാവന ലോകത്തിൽ ആ ഒന്നിനെ ആരും വിളിക്കുന്നതേയില്ല. പതീതർ തന്നെയാണ് വിളിക്കുന്നത്. പാവന ലോകത്തിൽ വന്ന് എന്തു ചെയ്യുവാനാണ്? ആ ഒന്നിൻ്റെ നാമം തന്നെ പതീത പാവനൻ എന്നാണ്. അപ്പോൾ പഴയ ലോകത്തെ പുതിയതാക്കുന്നതാണ് ആ ഒന്നിൻ്റെ ഡ്യൂട്ടി. ബാബയുടെ നാമമാണ് ശിവൻ. സാലിഗ്രാം എന്ന് കുട്ടികളെയാണ് പറയുന്നത്. ആ ഒന്നിൻ്റെ പൂജയുണ്ടാകുന്നു. ശിവബാബ എന്ന് പറഞ്ഞ് എല്ലാവരും ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, ബ്രഹ്മാവിനെയും ബാബ എന്ന് പറയുന്നു. പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്ന വളരെ പേരുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥമായ രീതിയിൽ ബ്രഹ്മാവിനെ അറിയുന്നില്ല. ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? നിങ്ങൾ പറയും, പരംപിത പരമാത്മാ ശിവൻ ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്തു എന്ന്.
ഇതാണെങ്കിൽ ശരീരധാരിയാണല്ലോ. ഈശ്വരന്റെ സന്താനങ്ങളാണ് എല്ലാ ആത്മാക്കളും. എല്ലാ ആത്മാക്കൾക്കും തൻ്റെതായ ശരീരമുണ്ട്, തൻ്റെതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കുക തന്നെ വേണം. ഇത് പരമ്പരയായി തുടർന്നു വരുന്നു. അനാദി എന്നാൽ അതിന് ആദി മധ്യ അന്ത്യം ഇല്ല എന്നർത്ഥം. എൻഡ് ഉണ്ട് എന്ന് മനുഷ്യർ കേൾക്കുമ്പോൾ പിന്നെ കുഴങ്ങിപ്പോകും. വീണ്ടും എങ്ങനെ ഉണ്ടാകും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് അനാദിയാണ്. എപ്പോൾ ഉണ്ടായി എന്നത് ചോദിക്കേണ്ടതില്ല. പ്രളയം ഉണ്ടാകുന്നതേയില്ല. ഇതും കെട്ടുകഥ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കുറച്ച് മനുഷ്യരാകുന്നു, അതിനാൽ പ്രളയം ഉണ്ടായി എന്ന് പറയുന്നു. ബാബയിൽ എന്ത് ജ്ഞാനമുണ്ടോ അത് ഇപ്പോൾ തന്നെയാണ് എമർജാകുന്നത്. അതിനാൽ തന്നെയാണ് മുഴുവൻ സാഗരത്തെയും മഷിയാക്കി മാറ്റിയാലും പൂർത്തിയാവുകയില്ല എന്ന് പറയുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഹർഷിത മുഖത്തിലൂടെ ബാബയുടെ പേര് പ്രശസ്തമാക്കണം. ജ്ഞാനരത്നങ്ങൾ തന്നെ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. കഴുത്തിൽ ജ്ഞാനരത്നങ്ങളുടെ മാല സദാ അണിഞ്ഞിരിക്കണം. ആസുരീയ അവഗുണങ്ങളെ മാറ്റണം. സർവീസിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. പ്രതീക്ഷ വെച്ച് താല്പര്യത്തോടെ സർവീസ് ചെയ്യണം. വിചാരസാഗര മഥനം ചെയ്ത് ഉത്സാഹത്തിലിരിക്കണം. വരദാനം: കൺഫ്യൂസ്ഡ് ആകുന്നതിന് പകരം ലൂസ് കണക്ഷൻ ശരിയാക്കുന്ന സമസ്യാമുക്തമായി ഭവിക്കട്ടെ. എല്ലാ സമസ്യകളുടെയും മൂലകാരണം കണക്ഷൻ ലൂസ് ആകുന്നതാണ്. കേവലം കണക്ഷനെ ശരിയാക്കൂ, അപ്പോൾ സർവശക്തികളും താങ്കളുടെ മുന്നിൽ ചുറ്റിക്കറങ്ങും. അഥവാ കണക്ഷൻ യോജിക്കുന്നതിന് 1-2 മിനിറ്റ് എടുത്താൽ പോലും ധൈര്യം ചോർന്ന് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ കുലുക്കരുത്. ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. ഈ ആധാരത്തിലൂടെ ഫൗണ്ടേഷൻ ഉറപ്പിക്കൂ, അപ്പോൾ സമസ്യാമുക്തമായി മാറും. സ്ലോഗൻ: ബീജരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുക. ഇതുതന്നെയാണ് പഴയ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള വിധി. അവ്യക്ത സന്ദേശം: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. എപ്പോഴാണോ സേവനത്തിലോ തൻ്റെ പഴയ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നതിലോ സഫലത ലഭിക്കാത്തത്, അപ്പോൾ ഏതെങ്കിലും വിഘ്നത്തിന് വശപ്പെട്ടു പോകുന്നു. പിന്നെ അതിൽ നിന്നും മുക്തമാകുവാനായി ഇച്ഛ വയ്ക്കുന്നു. എന്നാൽ ശക്തിയില്ലാതെ ഈ ഇച്ഛ പൂർത്തിയാവുക സാധ്യമല്ല. അതിനാൽ അലങ്കാരി രൂപമാകൂ, ശക്തി രൂപം ധാരണ ചെയ്യൂ, അപ്പോൾ ബന്ധനമുക്തമായി മാറും. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അകാല സിംഹാസനത്തിൽ ഒരു പ്രകാശബിന്ദുവായി തിളങ്ങുന്ന ഞാൻ
ശാന്ത സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. പവിത്ര സ്വരൂപമാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം എമേർജ് ചെയ്ത് ഈ സാകാര ദേഹത്തിൽ നിന്നും സാകാര ലോകത്ത് നിന്നും ഉപരിയാകുന്നു. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മ ലോകത്തിൽ ബാബ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയിൽ നിന്നും ലഭിക്കുന്ന വരദാനി ദൃഷ്ടി എന്നെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാര സ്വരൂപത്തിൽ നിരാകാര ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തിവാനായ ശിവബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ സർവശക്തികളുടെയും അനന്ത കിരണങ്ങൾ എന്നിൽ പതിച്ച് എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ ഡബിൾ ലൈറ്റ് സ്വരൂപ സ്ഥിതിയിൽ അകാല സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.
ജീവിതത്തെ ആണ്ടിടും രാജയോഗം. അലൈകളില്ലാതെ ആഴിയും ശാന്തി என்றும் പരന്താമേ. குளமென கிடந்த என் சிந்தைகளே நதியென ஒழுகிட செய்த சிவன். குளமென கிடந்த என் சிந்தைகளே நதியென ஒழுகிட செய்த சிவன். விதைத்திடும் சகுணம் விதை ரூபம் விளைந்திடும் பொன்வயிர் புதுயுகமே. அலைகளில்லாத ஆழியும் சாந்தி என்றும் பரந்தாமே. சிவபா